കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ 6 സീറ്റുകൾ വെച്ചുമാറാൻ ആലോചന. സംവരണ മണ്ഡലമായ കോങ്ങാട് കോൺഗ്രസ് മത്സരിക്കാൻ ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. കോങ്ങാടിന് പകരം സംവരണ മണ്ഡലം തന്നെയായ ബാലുശ്ശേരിയിൽ ലീഗ് മത്സരിച്ചേക്കും. പട്ടാമ്പിക്ക് പകരമായി ഗുരുവായൂർ കോൺഗ്രസിന് വിട്ടു നൽകാനുള്ള ആലോചനയുമുണ്ട്. താനൂർ, തവനൂർ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യവും സജീവ ചർച്ചയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊരുക്കങ്ങൾ ഇതിപ്പം കുറേ നാളായില്ലേ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതല്ലെന്ന് കോൺഗ്രസും ലീഗും തമ്മിൽ ചർച്ച നടക്കില്ലേ, ഒന്നോ രണ്ടോ ചർച്ച കഴിഞ്ഞു എന്നാ പറയുന്നത്. അല്ല, അതിപ്പം തന്നെ അവരുടെ മുന്നണിയിൽ 2 ഘടകകക്ഷികളിൽ അവർ പൊളിറ്റിക്കൽ ചങ്ക്സ് ആണ്, അവർ ചർച്ച നടത്തും. അതല്ലെന്ന് സീറ്റ് കൈമാറ്റം പരസ്പരം വെച്ചു മാറാണെന്ന് ലീഗും കോൺഗ്രസും. അപ്പോൾ ലീഗ് കോൺഗ്രസിന്റെയും കോൺഗ്രസ് ലീഗിന്റെ സീറ്റിൽ മത്സരിക്കുന്നതാണോ? ആരും ഒരു തടസ്സം പറഞ്ഞില്ലേ? എന്ത് തടസ്സം? വിജയമല്ലേ പ്രധാനപ്പെട്ട കാര്യം. പരസ്പരം സീറ്റ് വെച്ചു മാറാൻ തീരുമാനമായി. ഏകദേശം 6 സീറ്റുകൾ ഇങ്ങനെ കൈമാറാനുള്ള തീരുമാനമുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതേതൊക്കെയാ? അത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട്, പട്ടാമ്പി, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി, മലപ്പുറം ജില്ലയിലെ താനൂരും തവനൂരും, തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ. ഇതിൽ കോങ്ങാട് ഓൾറെഡി ലീഗ് കോൺഗ്രസിന് കൊടുക്കാൻ ധാരണയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ശരിക്കും ഈ വെച്ചുമാറ്റം എങ്ങനെയാണ് ശരിക്കും? അതായത് ഈ കോങ്ങാട് ലീഗ് മത്സരിക്കുകയാണല്ലോ, അവിടെ സംവരണ സീറ്റുമാണ്. അത് കോൺഗ്രസ് മത്സരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് ലീഗും കരുതുന്നത്. അതുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാണെന്നാണ് മനസ്സിലാവുന്നത്. അല്ല, കോങ്ങാട്ടെ കാര്യം ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ അത് കുറേ കാലമായി ലീഗ് അവിടെ മത്സരിച്ച് തോറ്റുകൊണ്ടേയിരിക്കുന്ന ഒരു സീറ്റ് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ആരും അവിടെ മത്സരിക്കുക? അവിടെ ഒരു തുളസി ടീച്ചറുണ്ട്. ആ ടീച്ചർ അവിടെ നിന്നാൽ ജയിക്കും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അത് ആ പ്രദേശത്തുകാരിയാണ്, KPC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലീഗ് എന്നാൽ പിന്നെ അവർ കോൺഗ്രസ് മത്സരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനമായി. അത് ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞു. കോങ്ങാട് സീറ്റ്. അതെ. അല്ല, ഈ കോങ്ങാട് കോൺഗ്രസിന് കൊടുത്തു കഴിഞ്ഞാൽ ലീഗിൽ വലിയൊരു വിമർശനം വരില്ലേ, ഒരു ആകെയുള്ളൊരു സംവരണ സീറ്റ് കൈയൊഴിഞ്ഞു എന്നുള്ളത്? ആ പരാതി പരിഹരിക്കാൻ സംവരണ സീറ്റായ ബാലുശ്ശേരി ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു പക്ഷേ ലീഗിന് കിട്ടിയേക്കാം. പിന്നെ പ്രധാനപ്പെട്ടത് ഗുരുവായൂരും പട്ടാമ്പിയും തമ്മിൽ വെച്ച് മാറാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഗുരുവായൂർ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നതെന്ന്, പല കാരണങ്ങൾ കൊണ്ടും കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത് നല്ലതെന്ന് നേരത്തെ തന്നെ അഭിപ്രായം വരുന്നതാണ്. ഈ കാര്യം ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഏറെക്കുറെ ഒരു അഭിപ്രായമാണ്. പക്ഷേ എനിക്കതിനകത്തൊരു വിയോജിപ്പുണ്ട്. കാരണം ഈ ഗുരുവായൂർ ലീഗ് മത്സരിക്കുന്നില്ല എങ്കിൽ പിന്നെ തൃശ്ശൂർ ലീഗിന് മത്സരിക്കാൻ ഒരു സീറ്റേ ഇല്ല. അല്ല, ഈ കാര്യം പറഞ്ഞാലും നേരത്തെയും ഇത്തരം ചർച്ചകളൊക്കെ അലസിപ്പിരിഞ്ഞു പോയത്. അല്ല, അതേ വാദം ഇനി ഇപ്പോഴും നിലനിൽക്കുമല്ലോ, അങ്ങനെ ഒരു ചർച്ച ഇനിയും ഉണ്ടാവാമല്ലോ. പക്ഷേ ഇപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. പട്ടാമ്പി സീറ്റ് ഏറെക്കാലമായി ലീഗ് ആവശ്യപ്പെടുന്നതാണ്, ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പട്ടാമ്പി കിട്ടുകയാണെങ്കിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയും ഏറെക്കുറെ ലീഗ് റെഡിയാക്കിയിട്ടുണ്ട്, യൂത്ത് ലീഗ് നേതാവായ MS അഹമ്മദ്. അല്ല, ഈ താനൂരും തവനൂരും അങ്ങോട്ട് വെച്ച് മാറുന്നുണ്ടെന്നൊരു ചർച്ച കൂടി കേൾക്കുന്നുണ്ട്. അതിനും സാധ്യതയുണ്ട്. താനൂരിൽ ഈ കോൺഗ്രസ് ലീഗും തമ്മിൽ അത്ര ചേർച്ചയിലല്ല എന്നുള്ളൊരു ചർച്ച നേരത്തെ അതിനുണ്ടായിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. കാരണം താനൂരിൽ 2 തവണ തോറ്റത് ഈ കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത മൂലമാണെന്ന് ഒരു ധാരണ ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ തവനൂർ മത്സരിച്ചാൽ കൊള്ളാമെന്ന് ലീഗിന് അഭിപ്രായമുണ്ട്. അപ്പോൾ താനൂർ ലീഗ് സ്ഥിരമായി തോൽക്കുന്ന താനൂരിൽ കോൺഗ്രസിന് കൊടുക്കുകയും തവനൂരിൽ ലീഗ് മത്സരിക്കുകയും ചെയ്തു. അല്ല, ഇതൊക്കെ ഒരു ചർച്ചയല്ലേ? ഇതുപോലെയൊക്കെ നടക്കുമോ കാര്യങ്ങൾ? അല്ല, ഈ കോൺഗ്രസും ലീഗും തമ്മിൽ ഒന്നാമത്തെ ചർച്ച നടന്നല്ലോ. അതിൽ തന്നെ കോങ്ങാട് സീറ്റ് വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. വൈകാതെ വരും സീറ്റുകളുടെ കാര്യത്തിലും ധാരണയാവുമെന്നാണ് ഇരു നേതാക്കന്മാരും പറയുന്നത്. അത് വൈകില്ല, അടുത്ത ആഴ്ച തന്നെ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവും. എന്നാൽ ഒരു ബാക്കി കാര്യം ആ ചർച്ച കൂടി കഴിഞ്ഞിട്ട് പറയാം, ശേഷം പറയാം.